ക്രാവൻ ദ ഹണ്ടർ മാർവലിൻ്റെ ലേറ്റസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ പോയി കണ്ടു. തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് മുമ്പേ റോട്ടൻ ടൊമാറ്റോസിൽ പോയിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നല്ലതാണോ മോശമാണോ എന്താണ് ആൾക്കാർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നോക്കാറുണ്ട്. ഈ സിനിമേൻ്റെ മഹാമോശമായിട്ടുള്ള റിവ്യൂസാണ് റോട്ടൻ ടൊമാറ്റോസിൽ കണ്ടത്. ക്രിട്ടിക്സ് 15% കൊടുത്തിട്ടുള്ളത്. ചില സിനിമയ്ക്കൊക്കെ 90%, 80% കിട്ടുന്നതാണ്. അപ്പോൾ 15% എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ക്രിട്ടിക്സിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് ഞാൻ നോക്കാറില്ല. കാരണം നമ്മളൊരു ക്രിട്ടിക്കായിട്ടല്ല സിനിമ കാണാൻ പോകുന്നത്. നമ്മളൊരു സാധാരണ സിനിമ ആസ്വാദകൻ എന്നുള്ള രീതിയിലാണ്. മുമ്പ് ഇതേപോലെ ഒരു മാർവൽ സിനിമ മോർഫിയസ് ആണെന്ന് തോന്നുന്നു, മോശമാണ് എന്നൊക്കെ റോട്ടൻ ടൊമാറ്റോസിൽ കണ്ടിട്ട് ഞാൻ വീണ്ടും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ. എനിവേ, ഐ ലൈക്ക് ദ മൂവി ക്രാവൻ ദ ഹണ്ടർ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായിരുന്നു ഇതിൻ്റെ ഒരു മോശം പറഞ്ഞത് ആൾക്കാരെന്ന്. അതായത് അവർ പറഞ്ഞത് ഈ കോമിക്കിൽ ക്രാവൻ എന്നുള്ള ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്, പക്ഷേ ഈ സിനിമയുടെ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ ആ ക്യാരക്ടറിനോട് നീതി പുലർത്തിയില്ല എന്നുള്ളതാണ്. ഞാൻ കോമിക്ക് വായിക്കാത്തതുകൊണ്ട്, ഒരു മാർവൽ യൂണിവേഴ്സിറ്റിയോ മാർവൽ ഫാനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു താരതമ്യമോ ആ ഒരു കമ്പാരിസണോ ഒരു പ്രശ്നമായി തോന്നിയില്ല. എനിക്ക് ആ സിനിമ തുടങ്ങിയിട്ട് അവസാനം വരെ ഐ തിങ്ക് ഇറ്റ് വാസ് എക്സ്ട്രീംലി ഗുഡ് ആക്ഷൻ മൂവി. അതിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് മഹാമോശമാണെന്നും ചില ആൾക്കാർ അഭിപ്രായപ്പെട്ടു. ഇപ്പം നല്ല സ്പെഷ്യൽ എഫക്ട്സും വളരെ നല്ല ഗംഭീര സ്പെഷ്യൽ എഫക്ട്സും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ പറ്റാണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഹസ് ബിക്കം സോ ഗുഡ് ദാറ്റ് എന്നാലും വളരെ മോശമായിട്ടുള്ള കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ സിനിമയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് ഒരുവിധം സിനിമകളൊക്കെ വേർ ദേ ഡിപ്പെൻഡിങ് ഓൺ CGI എനിക്കെല്ലാം ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്കൊരു നല്ലൊരു ആക്ഷൻ മാർവൽ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ മാർവൽ മൂവീസ്. മോർഫിയസിൻ്റെ അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ ഇറ്റ് വാസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഇത് തിയേറ്ററിൽ പോയി കണ്ടതുകൊണ്ട് ഐ തിങ്ക് അനദർ തിങ് ദാറ്റ് ഐ റിയലി ലൈക്ഡ് അബൌട്ട് ദ മൂവി ഈസ് അതിന് റഷ്യയിലും ലണ്ടനിലും അങ്ങനെ പല പല സ്ഥലങ്ങളിലുള്ള ആ ഷൂട്ടിങ്, സൈബീരിയയിൽ വെച്ചിട്ടൊക്കെയാണ് അതിൽ അറ്റ്ലീസ്റ്റ് വാട്ട് ദേ എക്സ്പ്ലെയിൻ ഇസ് ഇറ്റ് ഈസ് ഇൻ സൈബീരിയ. ഇറ്റ് ഹസ് ബീൻ ഡൺ വെൽ. ഹണ്ടറാണ്, അതായത് മോശം ആൾക്കാരെ, ക്രിമിനൽസിനെ ഹണ്ട് ചെയ്യുന്ന ഒരാളാണ് ക്രാവൻ. പക്ഷെ അയാളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അയാളുടെ അച്ഛൻ ഒരു ഗാങ്സ്റ്റർ തന്നെയാണ്. അപ്പം കുറച്ച് ഫാമിലി ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അയാളുടെ ബ്രദറുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, എങ്ങനെ അയാൾ അച്ഛനെ പോലുള്ള മറ്റുള്ള ആൾക്കാരെ കൊന്നൊടുക്കുന്നതാണ് അയാളുടെ, അങ്ങനെ ഹണ്ട് ചെയ്യലാണ് അയാളുടെ ഒരു ജോലി എന്നുണ്ടെങ്കിലും ഹൗ ഇസ് ദിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഡാഡ്, അങ്ങനെയൊക്കെയുള്ള കുറേ തോട്ട്സും ആ സിനിമ കാണുമ്പോൾ ഇതാക്കാം. അപ്പാർട്ട് ഫ്രം ദ ആക്ഷൻ ദാറ്റ് യു മൈറ്റ് എൻജോയ്, ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല എന്നുള്ളതാണ്. നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് അതിന് പൈസ കൊടുക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ടോ നോക്കിയാൽ പോരെ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൻ അങ്ങനെയാക്കാം.